ചോറിൻ്റെ കൂടെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. കൂന്തൽ അല്ലെങ്കിൽ കണവ തോരനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1 കിലോ കണവ ഇത് ക്ലീൻ ചെയ്തെടുക്കാം. ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ചതുരത്തിലോ റൗണ്ടിലോ ക്ലീൻ ചെയ്തെടുക്കാം. ഒരു കുക്കറിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 4-5 വിസിൽ കേൾക്കുന്നതിന് വരെ വേവിച്ചെടുക്കുക. വേവിച്ചതിന് ശേഷം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ്ട് കണവയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് കണവ വെന്തിട്ടുമുണ്ട്. ഇത് മാറ്റി വയ്ക്കുക. മിക്സിയുടെ ജാറിലേക്ക് 1 മുറി തേങ്ങ തിരുമിയതും, ഒരു 6 പച്ചമുളകും, 10 അല്ലി വെളുത്തുള്ളിയും, ഒരു സവാളയുടെ പകുതി ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. നേരത്തെ ഇഞ്ചി ഇട്ട് കൊടുക്കാഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചതയാൻ ബുദ്ധിമുട്ടാണ്. മാറ്റി വയ്ക്കുക. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് പൊട്ടിച്ച്, ഒരു സവാള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുത്ത്, ചുവന്നുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ സവാളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം ഈ പരുവാകുമ്പോഴേക്കും 2 വറ്റൽ മുളക് ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വറ്റൽ മുളക് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് നേരത്തെ നമ്മൾ മിക്സിയുടെ ജാറിൽ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയുള്ള അരപ്പ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് കളയുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ആ വെള്ളമയമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം വെള്ളമയമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തക്കാളിക്ക് ഇട്ടാലും മതി. ബാക്കി ഉപ്പ് നോക്കിയതിന് ശേഷം കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വെള്ളമയം നന്നായിട്ട് മാറ്റി എടുക്കുക. ഏകദേശം നമ്മുടെ കണവ തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇത് ഇറക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കണവ തോരൻ. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായമൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.